സിനിമ ലവേഴ്സ് ഡേ ഓഫർ. സിനിമ ടിക്കറ്റുകൾക്ക് വെറും 99 രൂപ മാത്രം. PVR ഇനോസ്, സിനിപോളിസ് ഇന്ത്യ, മിറാജ് സിനിമാസ്, മുക്ത A2, മൂവി മാക്സ് എന്നിങ്ങനെയുള്ള പ്രമുഖ മൾട്ടിപ്ലക്സ് ശൃംഖലകളിൽ ഈ പ്രത്യേക ഓഫർ ലഭ്യമാകും. കുറയുന്ന സിനിമാ റിലീസുകളും പ്രേക്ഷകരുടെയും എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി തിയേറ്ററുകൾ മെയ് 31-ന് ഓഫറുകളിലൂടെ ടിക്കറ്റുകൾ നൽകും. സിനിമാ പ്രേമികളുടെ ദിനമായി ആചരിക്കുന്ന മെയ് 30-ന് വെറും 99 രൂപയ്ക്കാണ് പ്രമുഖ മൾട്ടിപ്ലക്സുകളും സിംഗിൾ സ്ക്രീൻ സിനിമാശാലകളും ടിക്കറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നത്. PVR ഇനോക്സ്, സിനിപോളിസ് ഇന്ത്യ, മിറാജ് സിനിമാസ്, മുക്ത A2, മൂവി മാക്സ് എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ മൾട്ടിപ്ലക്സ് ശൃംഖലകളിൽ ഈ പ്രത്യേക ഓഫർ ലഭ്യമാകും. രാജ്യവ്യാപകമായി ഏകദേശം 4000 സ്ക്രീനുകൾ ഈ സംരംഭം ഉൾക്കൊള്ളുന്നുവെന്ന് മൾട്ടിപ്ലക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ തലവനും PVR ഇനോക്സ് പിക്ചേഴ്സിന്റെ CEO-യുമായ കമൽ ജിയാൻ ചന്ദാനി പറഞ്ഞു. റിക്സിനറുകൾ പോലുള്ള പ്രീമിയം ഫോർമാറ്റുകൾ ഒഴിവാക്കിയിരിക്കുമ്പോൾ ഏകദേശം 90 മുതൽ 95% സീറ്റുകൾ കിഴിവ് നിരക്കിൽ ലഭ്യമാകും. കൂടാതെ പല സിംഗിൾ സ്ക്രീൻ സിനിമാശാലകളും പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ പങ്കെടുക്കും. ചിലത് 99 രൂപയിൽ താഴെയും 70 രൂപയിൽ താഴെയും ടിക്കറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ ഓഫറുകൾ തിയേറ്ററുകൾക്കുള്ള വേനൽക്കാല അവധിക്കാലം ആരംഭിക്കുന്നുവെന്ന് ജിയാൻ ചന്ദനി പ്രതീക്ഷിക്കുന്നു. ഇത് ഒരു ദിവസത്തേക്കുള്ളതാണ്. അതിനാൽ മൊത്തത്തിലുള്ള ചിത്രത്തിൽ ഇത് ബോക്സ് ഓഫീസിൽ വലിയ മാറ്റം ഉണ്ടാകില്ല. പക്ഷേ ഞങ്ങൾ അവധിക്കാലം ആരംഭിക്കുമ്പോൾ ഇത് ബോക്സ് ഓഫീസിന് ഒരു ഉത്തേജനം നൽകും. ഇത് പുതിയതാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ തിരഞ്ഞെടുപ്പ് കാരണം പല നിർമ്മാതാക്കളും സിനിമകൾ റിലീസ് ചെയ്യാത്തതിനാൽ ജൂണിൽ ആരംഭിക്കുന്ന തീയതികൾക്കായി ഞങ്ങൾക്ക് അവധിക്കാലം ധാരാളം ഏറ്റുമുട്ടലുകൾ പ്രതീക്ഷിക്കുന്നു, ജിയാൻ ചന്ദാനി പറഞ്ഞു. കൽക്കി 2898 AD, ചന്തു ചാമ്പ്യൻ തുടങ്ങിയ സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ 2-3 മാസങ്ങളെ അപേക്ഷിച്ച് വിതരണം ഗണ്യമായി കൂടും. Q2 FY25 ശക്തമായിരിക്കും. രണ്ടാം പകുതി ആദ്യ പകുതിയേക്കാൾ ഉയർന്നതായിരിക്കും ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിനിമാ പ്രേമികളുടെ ദിനത്തിൽ ഉയർന്ന ഹാജർ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ചും ഉയർന്ന ടിക്കറ്റ് നിരക്ക് കാരണം സിനിമ ഔട്ടിംഗ് സാമ്പത്തികമായി വലിയ വെല്ലുവിളി നേരിടുന്ന കുടുംബങ്ങൾക്കിടയിലും ഉണ്ട്. ഇത്തരം സംരംഭങ്ങൾ മൂലം വലിയ കുടുംബങ്ങൾക്ക് സിനിമകൾ പ്രാപ്യമാക്കുന്നു. കൂടാതെ ഇത് ഏറ്റവും മികച്ച വേനൽക്കാല സീസണാണ്. അവധിക്കാലത്ത് കുട്ടികൾ അവർ ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾക്കായി നോക്കുന്നു. എന്നാൽ ഇത് എയർ കണ്ടീഷൻ ചെയ്ത അന്തരീക്ഷത്തിലായിരിക്കും. വിദ്യാർത്ഥികൾ ഈ ഓഫറിൽ നിന്ന് പ്രയോജനം നേടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവർ വലിയ സംഖ്യയിൽ വരുമെന്നും പ്രതീക്ഷിക്കുന്നു. യുവാക്കൾ 50%-വും കുടുംബങ്ങൾ 25 മുതൽ 30%-വും ആധിപത്യം പുലർത്തുന്നതോടെ ഒക്യുപ്പൻസി 70 മുതൽ 80% വരെ ഉയരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, MAI മേധാവി പറഞ്ഞു. 2022-ലെ സമാനമായ ഒരു സംരംഭത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ദേശീയ സിനിമാ ദിനത്തിന്റെ വിജയം അദ്ദേഹം എടുത്തു പറഞ്ഞു. വിൽപ്പന 6.5 ദശലക്ഷത്തിലധികം കവിഞ്ഞു. ശ്രീകാന്ത്, മാഡ് മാക്സ്, നിരവധി തമിഴ്, തെലുങ്ക് സിനിമകൾ, മലയാളം സിനിമകൾക്കൊപ്പം ഇപ്പോൾ തന്നെ തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ ഇത്തവണ ദേശീയ സിനിമാ ദിനത്തിൽ ലഭ്യമാകും. മിസ്റ്റർ ആൻഡ് മിസ്സിസ് മഹി ആയിരിക്കും പുതിയ ചിത്രങ്ങൾ. ഒപ്പം ഛോട്ടാ ഭീം ആൻഡ് ദ കൾസ് ഓഫ് ദ മാൻ മെയ് 31-ന് റിലീസ് ചെയ്യും, ജിയാൻ ചന്ദാനി പറഞ്ഞു.